ഹായ് ഡിയേഴ്സ്, എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്നും നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബാൽക്കണി മേക്ക് ഓവറാണ്. ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല, അത് മാത്രമല്ല, കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതിനു മുന്നേ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സ്നേഹമൊക്കെ നമുക്ക് അങ്ങനെയല്ലേ മനസ്സിലാവുള്ളൂ. ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ജോലി തുടങ്ങിയാലോ? ആക്ച്വലി ഞാനിവിടെ പലതവണ ചെടികൾ വെച്ച് വളർത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങൾ വരുമ്പോഴും നമുക്ക് നോക്കാൻ പറ്റാതെ വരുമല്ലോ. ആ സമയങ്ങളിലെല്ലാം ഉണങ്ങിപ്പോവും. വീണ്ടും കുറേ നാളിന് ശേഷം വീണ്ടും ഒന്ന് റെഡിയാക്കും. പിന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ മനസ്സിലുള്ളൊരു കാര്യമാണ്, സന്തോഷം തോന്നുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിൽ ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു മേക്ക് ഓവറിന് സ്റ്റാർട്ട് ചെയ്തത്. മെയിൻ കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ദിവസം നോക്കിയില്ല എങ്കിലും ചെടികൾ ഉണങ്ങാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ എക്കോത്രൈവ് മിക്സ് ചെയ്തിട്ടാണ് ചെടികളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാവുമ്പോൾ കുറച്ച് ദിവസം എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും ചെടികൾ പെട്ടെന്നൊന്നും ഉണങ്ങിപ്പോവില്ല. കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ കുറേ കഴിഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ അടുത്ത സാമിലാണുള്ളത്. ബസ് പോകുന്ന റൂട്ടാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് വീടിനുള്ളിൽ. അപ്പോൾ കുറച്ച് ദിവസമൊന്നും നമ്മൾ നോക്കാതിരുന്നാൽ പോലും നല്ല രീതിയിൽ പൊടി കയറുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ബാൽക്കണി സിറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോറും വിൻഡോയും ഗ്ലാസും മതിലുകൾ ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിൽ തേച്ച് കഴുകേണ്ടി വന്നു. ഒരു 3 മണിക്കൂറത്തെ പണിയായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ലഞ്ചിന് സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോഴേക്കും ഇതെല്ലാം ഒന്ന് ഉണങ്ങി റെഡി ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ പോയി ഒരിത്തിരി കത്തിരിക്കയും വെണ്ടയ്ക്കും ഒക്കെ ഇട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. മീനും പൊരിച്ചു, മീൻകറിയൊക്കെ വെച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ബാൽക്കണിയിൽ ഒരു ടേബിൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ടൊരു ചെടി സെറ്റ് ചെയ്യണം. അതിന് ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് ചെറിയ ക്യൂട്ടായിട്ടുള്ള പോട്ടൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ പിന്നെ ഒരു കുപ്പി എടുത്ത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ജൂട്ട് ത്രെഡും സെറ്റ് ചെയ്തിട്ട് ഒരു പോട്ട് സെറ്റാക്കി ചെടിയും റെഡിയാക്കി എടുത്തു. വൈകിട്ടൊരു 4:30 ശേഷമാണ് പിന്നീട് ഞാൻ ബാൽക്കണിയിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം നമ്മുടെ കാറ്റ്സ്ക്ലോ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ആ മതിൽ ഫുള്ളും ആ കാറ്റ്സ്ക്ലോ ഇങ്ങനെ നിറഞ്ഞ് വളർന്നു വരുന്നതൊക്കെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുവാണ് ഞാൻ. അതിനുശേഷം നമ്മുടെ പോട്ട്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ പോട്ട് അകത്തിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചതാണത്. അതിനുശേഷം ഒരു ലൈറ്റ് എടുത്ത് സെറ്റ് ചെയ്തു. ഈ ലൈറ്റ് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വയറെന്ന് പറയുന്നത് യെല്ലോ കളറായിരുന്നു. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരുന്നായിരുന്നു. പക്ഷേ അത് സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ബാൽക്കണിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളും ഒരു ക്യാൻഡിലിൻ്റെ സെറ്റും കൂടി ഓർഡർ ചെയ്തിരുന്നു. അത് വന്നു. അങ്ങനെ അതുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. ഇത് ഇൻസ്റ്റാമാർട്ട് ഒന്ന് മേടിച്ചതായിരുന്നേ. നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആയിരുന്നു കേട്ടോ ഇത്. അടുത്ത നമ്മളുടെ ക്യാൻഡിൽസിന്റെ സെറ്റ് റെഡിയാക്കുവാണ്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് കേട്ടോ. ബാറ്ററി ഇട്ടിട്ട് നമുക്ക് റിമോട്ട് ഉണ്ട്. റിമോട്ട് വെച്ചിട്ട് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ഒക്കെ ചെയ്യാം. ഒരു ലൈറ്റ് പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ക്യാൻഡിൽ കത്തുന്നത് പോലെ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്ന രീതിയിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ പിന്നെ ഒരു ലൈറ്റ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഊഞ്ഞാലിലിടാൻ വേണ്ടിയിട്ട്. പക്ഷെ 2 മേടിച്ചതിൽ ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്തോളൂ. പിന്നെ ഞാൻ തിരിച്ചു കൊടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ആ ലൈറ്റ് ഞാൻ എൻ്റെ ഊഞ്ഞാലിലൊന്ന് സെറ്റ് ചെയ്തിട്ടു. ടേബിൾ വെച്ചു, ഫോട്ടോ വെച്ചു, കാൻഡിൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാം ഏകദേശം എല്ലാം സെറ്റായി. ഇനി നമ്മുടെ ഫൈനൽ റിവ്യൂലാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഫൈനലി അത് കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. എൻ്റെ ഇത്ര നാളത്തെ ഒരു ഡ്രീം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കാഴ്ച. ഈ ഊഞ്ഞാലിൽ ഞാൻ അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ. കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല അവിടെ ഇരിക്കുന്നതിൽ. ഈ ബാൽക്കണിയുടെ വാതിലിന് തൊട്ട് പിറകിലായിട്ട് ഞാൻ എനിക്കുള്ള ഊഞ്ഞാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ഊഞ്ഞാലിൽ ഇപ്പം മക്കളും വീട്ടിൽ വരുന്നവരും ഒക്കെ എൻജോയ് ചെയ്തോട്ടെ. എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്നൊരു ചായ കുടിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ?
അപ്പോൾ എൻ്റെ സെറ്റിങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ.